സുഹൃത്തുക്കളെ എല്ലാവർക്കും ടെക് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് തിരക്കുള്ളതുകൊണ്ടാണ് നമ്മളിത് ഒരു 5-6 മാസമായിട്ടൊന്നും വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. വിഷയം എന്താ വെച്ചാൽ കഴിഞ്ഞ 31-ാം തീയതി എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട്, അതിനുശേഷം തന്നെ 1-ാം തീയതി ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും നഷ്ടപ്പെട്ട്, എൻ്റെ ഒരുപാട് പേഴ്സണൽ ഡാറ്റകളും നഷ്ടപ്പെട്ട്. പേഴ്സണൽ ഡാറ്റ എന്ന് പറയുമ്പോൾ ഗൂഗിൾ അക്കൗണ്ട് നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മളെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഡാറ്റ, നമ്മളെ കോൺടാക്റ്റ് ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്കായിട്ട് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ് മിക്ക ആളുകളും ചെയ്യണതാണ് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് പാസ്വേഡുകൾ സേവ് ചെയ്ത് വെക്കും. ഗൂഗിൾ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് പാസ്വേഡ് അടിക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും, അതിൽ സേവ് ചെയ്ത് വെക്കും. ഈ പാസ്വേഡുകളും അതിൽ സ്റ്റോറായി നിൽക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആക്സസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടോ. ഹാക്ക് ചെയ്യപ്പെട്ടതോടുകൂടി തന്നെ എനിക്ക് അതിൻ്റെ ഫുൾ ആക്സസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായി. വീഡിയോകളൊക്കെ കാണാതായി. അതുപോലെ തന്നെ പുതിയ വീഡിയോകൾ ഓല അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ചും ലൈവ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്ത്. പിന്നെ എൻ്റെ ചാനലിൻ്റെ ലോഗോ മാറ്റി, ചാനലിൻ്റെ പേര് മാറ്റി. ടെസ്ല ലൈവ് പറഞ്ഞൊരു ചാനലിലായിരുന്നു അവർ പേര് മാറ്റിയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, എൻ്റെ ടെക് സൊല്യൂഷൻ പറഞ്ഞ യൂട്യൂബ് ചാനലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഞാൻ റിക്കവറി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ അവർ ചെയ്തിരുന്നു. എൻ്റെ ഓൾറെഡി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ ഉള്ളതാണ്. ഞാനായിട്ട് ആർക്കും പാസ്വേഡൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. ഞാൻ റിക്കവർ ചെയ്യാൻ നോക്കുമ്പോൾ ഇവർ എൻ്റെ ഈ കോൺടാക്റ്റ് നമ്പറായിട്ടുള്ള നമ്പർ മാറ്റിയിട്ട് വേറെ ഏതോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കീകൾ അതിൽ ആഡ് ചെയ്തിനി. ഒരു NFC-ൻ്റെ ഒരു കീയും അതുപോലെ തന്നെ അല്ലാത്തൊരു കീയും അതിൽ ആഡ് ചെയ്തിനി. അതുകൊണ്ട് തന്നെ എനിക്ക് റിക്കവർ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനുകളും നഷ്ടപ്പെട്ട്. പക്ഷേ ഗൂഗിളിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ മുഴുവൻ റിക്കവറി അടിച്ചോളി, റിക്കവർ ചെയ്തോളി എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെ പഴയ ഡിവൈസിൽ നിന്ന് ലോഗിൻ ചെയ്തോളി. ഞാൻ പഴയ ഡിവൈസിലും എല്ലാ ഡിവൈസിലും നോക്കി, ഒരു നിലക്കും മാർഗമല്ല. ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നില്ലാതെ കുടുങ്ങിയിട്ട് ഒരു ദിവസം ഏകദേശം കഴിഞ്ഞൂട്ടി. ഞാൻ പല ആളുകളെയും കോൺടാക്ട് ചെയ്ത്, കാരണം ഇവരടുക്കൊന്നും യൂട്യൂബർമാരായിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല. കാരണം ഓല് ഇങ്ങനത്തെ വീഡിയോകളല്ല ചെയ്യണത് പോലും. ഇങ്ങനെ യൂട്യൂബ് ചാനൽ വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്നതല്ലാതെ ഇതല്ല ചെയ്യണത്. അതുകൊണ്ടാണ് ഓലെ കെയർ ഓഫിൽ പല ആളുകളെയും കോൺടാക്ട് ചെയ്ത് നോക്കി, നടക്കണില്ല. കാരണം നമ്മളറിയാത്ത ആളുകളല്ല. അപ്പോൾ ഓർക്ക് ഒഴിവുണ്ടാകുമ്പോൾ ഒരുപാട് തിരക്കുള്ള ആളുകളായിരിക്കും, പെട്ടെന്ന് റീപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട്. അവസാനം ഇത് എന്ത് ചെയ്യും? കാരണം എനിക്ക് വെച്ചാൽ എനിക്ക് ആകെ പേടി എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ആ ഇമെയിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലിങ്കാണ്. ഞാൻ ഓരോ നേരം നോക്കുമ്പോൾ ഓരോ സംഗതികളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് പേപ്പാലിൽ നിന്ന് ഒരു മെസ്സേജ് എന്ന് എനിക്ക് എന്താ പറയുക, അതിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം എനിക്ക് മൊബൈൽ നമ്പർ ലിങ്ക് ഉള്ളതുകൊണ്ട് അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ live.com പറഞ്ഞിട്ടൊരു സൈറ്റ് ഇതുണ്ടായിനി, ഇമെയിൽ ഉണ്ടായിനി, അത് നഷ്ടപ്പെട്ട്. അങ്ങനെ ഒരുപാട് സംഗതികൾ ഇമെയിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ട്. പിന്നെ എനിക്ക് പ്രശ്നം വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ ബാങ്കിൻ്റെ OTP കാര്യങ്ങളൊക്കെ അതിലേക്ക് വരും. അപ്പം ഇതിനിപ്പോൾ ഇനി മറ്റ് ഡീറ്റെയിലുകളൊക്കെ വേണ്ടിയിരിക്കണവർക്ക് ഇപ്പോൾ ഇത് ഞാൻ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ഒരു ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ അവർക്ക് ഇത് ലോഗിൻ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റും ഹാക്ക് ചെയ്തുകൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വിഷയത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് മിക്ക ആളുകൾക്കും അറിയില്ല, യൂട്യൂബർമാരായിട്ടുള്ള ആളുകൾക്കും അറിയില്ല. പക്ഷേ അറിയുന്ന ആളുകൾ ഒരുപാടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം, ഇതൊന്ന് തിരിച്ചിട്ടാൻ വേണ്ടിയിട്ട്. ഞാനൊരു വീഡിയോയിൽ കണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആദ്യം തന്നെ ട്വിറ്ററിൽ പോയിട്ട്, ട്വിറ്റർ പറഞ്ഞാൽ ഇപ്പോൾ X ആണ് കേട്ടോ പേര്, അതിൽ പോയിട്ട് ടീം യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്ത്, അതായത് ട്വീറ്റ് ചെയ്താണ്ട് @team YouTube എന്ന് എഴുതിയിട്ട് എൻ്റെ ചാനൽ ഹാക്ക് ചെയ്തപ്പെട്ടു. 10 വർഷമായിട്ടുള്ള എൻ്റെ ചാനലാണ് ഹാക്ക് ചെയ്യപ്പെട്ടു, എന്നെ സഹായിക്കണം, ഞാൻ ഒരുപാട് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു, നടക്കുന്നില്ല എന്നിട്ട് പറഞ്ഞിട്ട് ഒരു പബ്ലിക് പോസ്റ്റ് ട്വീറ്റ് ചെയ്ത് ടീം യൂട്യൂബിലേക്ക്. ഓക്കെ, ടീം യൂട്യൂബിലേക്കും ടീം ക്രിയേറ്റർ സപ്പോർട്ടിലേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടീം യൂട്യൂബാണ് എനിക്ക് റീപ്ലൈ തന്നത്. അപ്പോൾ അവർ കുറച്ച് ഒരു 3-4 മണിക്കൂറിന് ശേഷം അവർ റീപ്ലൈ തന്ന് റിക്കവറിൻ്റെ പേജിലേക്ക് പോകാം. ഗൂഗിളുകാർ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സംഭവം ഞാൻ ഒരുപാട് വട്ടം ശ്രമിച്ചു, പക്ഷേ ഒന്നും നടക്കണില്ല. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ സഹായം നമ്മൾ അറിയുന്ന ആളുകൾ ആരാണെങ്കിൽ സഹായമൊക്കെ തേടാം. എന്നിട്ട് ഒന്നും നടക്കണില്ല എന്നുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മൾ ചാനൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് നഷ്ടപ്പെട്ടാൽ നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ടി വരും. വേറൊരാൾ താങ്ങിക്കുമ്പോഴത്തേനും നമ്മളെ ചാനൽ എന്തെങ്കിലും ആയി പോയിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞ് ഇതൊക്കെ ഞാൻ നോക്കി, എൻ്റെ റിക്കവറി കോൺടാക്റ്റ് ഇതൊക്കെ ഒരു മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു നിലക്കും ആക്സസ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ള വിവരം കൊടുത്ത്. അപ്പോൾ ഒരു എന്ത് ചെയ്ത് അടുത്ത മെസ്സേജ് പേഴ്സണലായിട്ട് വരുന്നത്, നമ്മളെ PM-ലാണ് വരുന്നത്. PM-ൽ മെസ്സേജ് വന്നപ്പോൾ അതിൽ എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് ഇപ്പം പുതിയൊരു ഇമെയിൽ ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ID ഒന്ന് തരാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ട്വിറ്ററിലൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ
നമ്മളെ ട്വിറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കോൺടാക്ട് ഇമെയിൽ നഷ്ടപ്പെട്ട ഇമെയിലാണെന്നുണ്ടെങ്കിൽ അത് അതിന് മുമ്പ് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ ട്വിറ്റർ പോലെ കുറച്ച് ഞാൻ ഹാക്ക് ചെയ്യും. കാരണം ഓല് ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചിട്ട് അതിലേക്ക് OTP വരുത്തിയിട്ട് എന്ത് ചെയ്യും. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ അതൊക്കെ മാറ്റിയെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോരു ഫോം ഇട്ട് നമ്മളൊരു കോൺടാക്ട് ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമെയിലിലേക്ക് ഓരോ ഫോം ഇട്ട് തരും. ആ ഫോം ഉപയോഗിച്ചിട്ട് ഈ ഇമെയിൽ ഉപയോഗിച്ചിട്ട് ആ ഫോമിൽ ലോഗിൻ ചെയ്യണം. എന്നാലും ആ ഫോം വർക്ക് ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ ഈ ഫോം നമ്മൾ വേറെ ഇമെയിൽ ഉപയോഗിച്ചിട്ട് ലോഗിൻ കഴിഞ്ഞാൽ ആ ഫോം വർക്ക് ചെയ്യില്ല. ഈ ഫോമിൻ്റെ ലിങ്ക് എനിക്ക് വേറൊരു യൂട്യൂബർ വീഡിയോ ഒന്ന് കിട്ടീനി, പക്ഷേ അതിന് എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ലേ. ഇവർക്ക് ഈ ഇമെയിൽ നമ്മൾ കോൺടാക്ട് ഇമെയിൽ പുതിയൊരു കോൺടാക്ട് ഇമെയിൽ കൊടുത്തപ്പോൾ ആ ഇമെയിൽ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് ഈ ഫോം ഓപ്പൺ ആക്കുമ്പോൾ ഫോം ഓപ്പൺ ആകുന്നുണ്ട്. അതിലൊരുപാട് വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ചോദിക്കുന്നത് നമുക്ക് വരുമാനമുള്ള ചാനലാണെന്നുണ്ടെങ്കിൽ ആഡ്സെൻസിൻ്റെ ID ചോദിക്കുന്നുണ്ട്. ഈ PUB എന്നൊക്കെയുള്ള ഈ നമ്പർ എഴുതി വെക്കണം നല്ലതാണ്. എനിക്ക് ആ നമ്പർ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ നമ്പർ അറിയില്ല, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ PUB നിന്നിട്ട് 16 ഇടാൻ പറഞ്ഞു. ശരിക്കും ആ നമ്പറാണ് അവിടെ നിന്നുണ്ടത്. അതേമാതിരി തന്നെ നമ്മൾ അവസാനം അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ഡീറ്റെയിലുകൾ കാര്യങ്ങൾ പിന്നെ നമ്മളെ ചാനലിൽ എന്നാ തുടങ്ങിയത് അതൊക്കെ പിന്നെ നമ്മൾ ചാനലിൽ പോയാൽ കിട്ടും കേട്ടോ. ആ ചാനൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ടെർമിനേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ആ ചാനലിൽ പിന്നെ പോയാൽ കിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ അവർ റീസെറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മളെ റിക്കവറി ഇമെയിലേക്ക് വരും. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മളോട് ചോദിക്കും ഒരു നമ്മളെ റിക്കവറി ഇമെയിൽ ഏതായാലും കൊടുത്തതെന്നുള്ളത് ചോദിക്കും. ഏതായാലും അത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വരും. അങ്ങനെ റീസെറ്റ് ചെയ്യാനുള്ള ലിങ്ക് എനിക്ക് കിട്ടി. ലിങ്ക് കിട്ടിയപ്പോൾ റീസെറ്റ് ചെയ്തെങ്കിലും യൂട്യൂബ് കിട്ടിയില്ല, ഗൂഗിൾ അക്കൗണ്ട് കിട്ടി. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ പിന്നെ ഒരു മറ്റ് ഇൻഫർമേഷനുകൾ വേണം. നിങ്ങൾ ഏത് ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ റീസെറ്റ് ചെയ്തത്, ഏതാണ് നിങ്ങൾ IP അഡ്രസ്സ്, റീസെറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ കണ്ടിന്യൂ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഏതായാലും അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ കൊടുത്തപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ പിറ്റത്തെ ദിവസം തിരിച്ചെന്ന്. ഇപ്പോൾ ഏതായാലും മെല്ലും ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനലോ ഗൂഗിൾ അക്കൗണ്ടൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബേജാറായി ഉത്തരം. ഏതായാലും നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഞാനൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചിനി. കാരണം വെച്ചാൽ ഇതെന്താ ചെയ്യേണ്ടത് അറിയില്ല. യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടതിനായിട്ട് ഇറങ്ങാറ് എനിക്ക് ഗൂഗിൾ അക്കൗണ്ട് നഷ്ടപ്പെട്ടതേന്. അപ്പോൾ ഈ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ 97026182 അതായത് ഒമാനിലെ നമ്പറാണ് +968 97026182 എന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എനിക്ക് കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം ഞാൻ ഒരുപാട് ആളുകളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു മറുപടി ഒന്നും ആരുടെ അടുത്തുനിന്ന് കിട്ടിയില്ല. അപ്പോൾ ഏതായാലും നമ്മളൊരു കൂട്ടായ്മയുള്ള ആളുകളല്ലേ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.